പരിസ്ഥിതി ദിന ക്വിസിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അസർബൈജാൻ. അടുത്ത ചോദ്യം, 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ക്ലൈമറ്റ് ആക്ഷൻ അഥവാ കാലാവസ്ഥാ പ്രവർത്തനം എന്നതാണ് 2026 പരിസ്ഥിതി ദിന സന്ദേശം. അടുത്ത ചോദ്യം, 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം, 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആദ്യമായി ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്? സിക്കിം. ഭൂമിയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന വായുരൂപത്തിലുള്ള പാളി ഏതാണ്? ഓസോൺ പാളി. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതു പേരിൽ അറിയപ്പെടുന്നു? റെഡ് ഡാറ്റ ബുക്ക്. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ലിഖാൻ നിയോഗിച്ച സമിതി ഏതാണ്? കസ്തൂരി രംഗൻ സമിതി. സമുദ്രങ്ങളിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പവിഴപ്പുറ്റുകൾ അഥവാ കോറൽ റീഫ്സിനെയാണ് സമുദ്രങ്ങളിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത്. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? കെട്ടിപ്പിടിക്കുക എന്നാണ് ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം. മരങ്ങളെ വെട്ടാൻ അനുവദിക്കാതെ ചേർത്തു പിടിക്കുക. കേരളത്തിലെ പ്രശസ്തമായ പരിസ്ഥിതി സമരം ഏതാണ്? സൈലന്റ് വാലി സമരം. ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ജോസഫ് ഫ്യൂരിയർ. ലോക ജലദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ്? ലോക ജലദിനം മാർച്ച് 22. വനനശീകരണത്തിനെതിരെ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? വനനശീകരണത്തിനെതിരെ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത്. നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന വിഖ്യാതമായ പുസ്തകം രചിച്ചതാരാണ്? റേച്ചൽ കാഴ്സൺ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏത് വനമാണ്? ആമസോൺ മഴക്കാടുകൾ. ഓസോൺ പാളിയിലെ വിള്ളലിന് കാരണമായ പ്രധാന വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഏതു വർഷമാണ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത്? 1972 ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയത്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡാണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.